അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ ദുർബലമാകുന്ന രംഗം, ശരീരത്തിന് അത്ര പവറുള്ളവരാണെങ്കിലും നമ്മുടെ നാഡീ നരമ്പുകൾക്ക് എത്ര ശക്തിയുണ്ടെങ്കിലും നമ്മുടെ മസിലുകൾ എത്ര പവറുള്ളതാണെങ്കിലും നമ്മുടെ ശരീരം മുഴുവൻ ഏറ്റവും ദുർബലമാകുന്ന ഘട്ടമാണ് മരണത്തിന്റെ ഘട്ടം. ശരീരം ദുർബലമായാലും നാഡീ നരമ്പുകൾ ദുർബലമായാലും സഹോദരങ്ങളെ, നമ്മുടെ നാവ് അത് കുഴഞ്ഞു പോകരുത്. ശക്തിയുള്ള നാവായി മാറണം. ആ ഘട്ടത്തിൽ ശരീരം മുഴുവൻ തളർന്നാലും നാഡീനരമ്പുകൾ മുഴുവൻ തളർന്നാലും ശക്തിയുള്ള നാവോടെ നമുക്ക് പറയാൻ കഴിയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അത് അഫ്ദലു ദിക്റാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ്. ആ ദിക്ർ പറയാൻ കഴിയണമെങ്കിൽ അവസാന നിമിഷം വരെ നമ്മുടെ നാവ് അത് ദിക്ർ കൊണ്ട് നനവുള്ളതായിരിക്കണം. ദിക്ർ കൊണ്ട് നനവുള്ള നാവിനെ അവസാന ഘട്ടത്തിലും ശക്തിയും പവറും കിട്ടുകയുള്ളൂ. ഫൈദാ ഖദൈതും മനാസികക്കും, ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളൊക്കെ നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, നാട്ടിൽ ആളുകൾ ബലികർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ, ഹാജിമാര് ഹജ്ജിന്റെ മനാസികളൊക്കെ തീർത്തു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, ഹജ്ജ് മുഴുവൻ അല്ലാഹുവിന്റെ ദിക്റാണ്. ഹജ്ജ് മുഴുവൻ അദ്കാറുകളും ദുആകളുമാണ്. എന്നാൽ അല്ലാഹ് പറയാണ് വീണ്ടും അത് കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, കദികരിക്കും ആബാഅക്കും, നിങ്ങളെ വാപ്പയെ കൊടുക്കുന്ന പോലെ അല്ലാഹുവിനെ കൊടുക്കണം, ദിക്ർ പറയണം. അല്ല, ചില ആളുകൾ വാപ്പാനെ മറക്കുന്നു. ഔ അശദ്ദ ദിക്റാ, അതിലും അപ്പുറം അല്ലാഹ് സ്വന്തം പിതാവിനേക്കാൾ നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ അല്ലാഹുവിനെ കൊടുക്കണം. മിനന്നാസിമയപ്പോൾ ചില ആളുകൾ പറയും, മനുഷ്യരിലൂടെ ചിലർ, അവർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, റബ്ബിനോട് ദുനിയാവ് മാത്രമേ ചോദിക്കൂ. അവർക്ക് അല്ലാഹുവുമായിട്ടുള്ള ബന്ധം ഒരു ദുനിയാവ് മാത്രമായിരുന്നു. അവർ ചോദിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ദുനിയാവാണ്. അല്ലാഹുവിനെ ഓർക്കുന്നതും ദുനിയാവിന് വേണ്ടിയാണ്. അല്ലാഹ് പറയാണ് പരലോകത്ത് നമുക്കൊരു ഓഹരി ഉണ്ടാവില്ല. എന്നാൽ മനുഷ്യരിൽ തന്നെയുള്ള മറ്റു ചിലർ അവർ പറയും റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ ഹസനത്ത് കൊണ്ടവട്ടെ. ആഖിറം നഷ്ടപ്പെടുന്ന ഒന്നും എനിക്ക് വേണ്ട. ആഖിറം നഷ്ടപ്പെടാത്ത എന്തൊക്കെ നന്മകളുണ്ടോ ദുനിയാവിൽ അതെനിക്ക് കൊണ്ടവട്ടെ. ഫിൽ ആഖിറതി ഹസന, ആ ഹസനത്ത് പരലോകത്തിൽ വേണം. വഖിന അദാബന്നാർ, നരകത്തിയിൽ നിന്ന് ഞങ്ങളെ കാത്തു പടച്ചവനെ. ഇവർക്ക് അവർ പ്രവർത്തിച്ചതിൻ്റെതായ ഓഹരി അവർക്കുണ്ടാകും. അല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹു വളരെ വേഗം വിചാരണ ചെയ്യുന്നവനാണ്. വിചാരണയിലേക്ക് അടുത്താൽ കൂടുതൽ സമയം കൊണ്ടെന്ന് ചിന്തിക്കേണ്ട. അല്ലാഹു സരീഉൽ ഹിസാബ്, മരണത്തോടെ വിചാരണ തുടങ്ങി. അല്ലാഹു സരീഉൽ ഹിസാബ്, വളരെ വേഗത്തിൽ അല്ലാഹു വിചാരണ നടത്തുന്നവനാണ്. അപ്പോൾ സഹോദരങ്ങളെ, ദിക്റുല്ലാഹ് എല്ലാ സന്ദർഭങ്ങളിലും, റമളാൻ കഴിഞ്ഞാൽ പിന്നെ റമളാനിന്റെ ഓർമ്മ കണ്ടുപോകും, മറക്കും. ബലിപെരുന്നാൾ കഴിഞ്ഞാൽ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട ഓർമ്മകളൊക്കെ നമ്മൾ മറന്നു കളയും. അങ്ങനെ ഓരോന്നുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മറക്കുന്നൊരവസ്ഥ പൊതുവെ നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അല്ലാഹു പറയാണ്, അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർത്ത് പൊട്ടി പൊട്ടി കരഞ്ഞ് അറഫയിലിരുന്ന് വലിയ ശബ്ദത്തോടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ ആളുകളോട് അല്ലാഹു പറയാ, ഇനി നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം ഫദ്കുറുല്ലാഹ്. ഈ ആയത്തിന് തൊട്ടടുത്തുള്ള പറയാ വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്. അയ്യാമു മഅദൂദാത്ത്, അയ്യാമു തശ്രീഖാണ്. ദുൽഹജ്ജ് 11, 12, 13. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, അയ്യാമു തശ്രീഖിൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. അയ്യാമു തശ്രീഖിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അല്ലാഹുവിനെ ഓർക്കുക, അല്ലാഹുവിനെ മറക്കാതിരിക്കുക. സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് തക്ബീർ ചൊല്ലിയിരുന്നാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഒരുപാട് തവണ നമ്മൾ തക്ബീറുകൾ ചൊല്ലി
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അഫ്ദൽ ദിക്ർ പറഞ്ഞു, അല്ലാഹുവിന്റെ സ്തുതി പറഞ്ഞു. പക്ഷേ അത് പെരുന്നാളോടെ നിൽക്കേണ്ടതില്ല. അയ്യാമത്തെ ശരീരത്തിന്റെ 13ന്റെ അസറോടുകൂടി അവസാനിക്കേണ്ടതല്ല. നിങ്ങൾ നോക്കൂ, അല്ലാഹു അക്ബർ എന്ന് ഒരു ദിവസം നിർബന്ധമായി നമ്മൾ എത്ര തവണ പറയുന്നുണ്ട്? ഒരു ദിവസം അല്ലാഹു അക്ബർ എന്ന് നിർബന്ധമായി അല്ലാഹു നമ്മളെ കൊണ്ട് എത്ര തവണ പറയിപ്പിക്കുന്നുണ്ട്? എണ്ണി നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? അല്ലാഹു അക്ബർ എന്ന് പറയാതെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയ നിസ്കാരം പാടില്ല. നിർബന്ധമാണ് തക്ബീറത്തുൽ ഇഹ്റാമിൽ അല്ലാഹു അക്ബർ പറയുന്നത്. റുകൂഇലേക്ക് പോകുമ്പോൾ, സുജൂദിലേക്ക് പോകുമ്പോൾ, ഉയരുമ്പോൾ, അങ്ങനെ തുടങ്ങി 5 നേരത്തെ നിസ്കാരത്തിൽ 94 തവണ നമ്മളെ കൊണ്ട് അല്ലാഹ് പറയിപ്പിക്കുകയാണ് നിസ്കാരത്തിൽ ഒരു ദിവസം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 3 സ്ഥലത്ത് കൽപ്പനയുണ്ട്. എന്തിന് അല്ലാഹു അക്ബർ പറയണം? അല്ലാഹു അക്ബർ പറയാൻ പരിശുദ്ധ ഖുർആനിൽ 3 സ്ഥലത്തുള്ള കൽപ്പിക്കുന്നുണ്ട്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അല്ലാഹു ഹിദായത്ത് നൽകിയതിനാൽ അവർ തക്ബീർ ചൊല്ലട്ടെ. വലിതുകബ്ബിറുല്ലാഹ, അല്ലാഹുക്ക് തക്ബീർ ചൊല്ലട്ടെ. വലഅല്ലകും തഷ്കുറൂന, അല്ലാഹു നന്ദി കാണിച്ചേക്കാം. അല്ലാഹു തന്ന ഹിദായത്ത്, ആ മാർഗത്തിൽ നമ്മൾ നിൽക്കുന്ന റബ്ബിനോട് ചോദിക്കുന്ന ആവർത്തിച്ച് അതിന് തക്ബീർ ചൊല്ലട്ടെ. 2 സൂറത്തുൽ മുദ്ദസ്സിർ, നിന്റെ റബ്ബിനെ നീ തക്ബീർ ചൊല്ലുക, അല്ലാഹു അക്ബർ എന്ന് പറയുക. എവിടെയാണത്? നമ്മൾ മനസ്സിലാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി വീട്ടിൽ അടക്കി ഒതുങ്ങിയിരിക്കാനല്ല പറഞ്ഞത്. എഴുന്നേറ്റ് ഒന്ന് ഉഷാറായി പുറപ്പൊക്കെ മാറ്റിയിട്ട് എഴുന്നേറ്റ് നീ റബ്ബിനോട് റബ്ബിന്റെ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് നീ പ്രഖ്യാപിക്കണം. 3 സൂറത്തുൽ ഇസ്രാഇന്റെ അവസാന ഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഫകബ്ബിർഹു തക്ബീറ, ഫകബ്ബിർഹു തക്ബീറ, അല്ലാഹു അക്ബർ എന്ന് നീ പറയണം. ഫകബ്ബിർഹു തക്ബീറ, അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലണം. സൂറത്തുൽ ഇസ്രാ അവസാനിക്കുന്നത് അങ്ങനെ. ഇന്ന് ഓതിയ അൽഖിന്റെ തൊട്ട് മേലെ നോക്കിയ വാക്കുകളാണ്. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുക. പരിശുദ്ധ ഖുർആൻ പറയാണ്, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, ദിക്ർ ചൊല്ലുന്ന സ്ത്രീ പുരുഷന്മാർ, ധാരാളമായി ദിക്ർ ചൊല്ലുന്ന സ്ത്രീ പുരുഷന്മാർ, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദ അല്ലാഹു ലഹും മഗ്ഫിറ, അല്ലാഹു ഒരുക്കി വെച്ചൊരു മഗ്ഫിറത്താണ്. നിങ്ങളെ മുഴുവൻ പാപങ്ങളും അവർ കൊണ്ടുതരും. ഈ ദിക്റുകളുടെയൊക്കെ മഹത്വം പാപങ്ങൾ കൊടുക്കും. 100 പാപങ്ങൾ, തിന്മകളുമായും 1000 പാപങ്ങൾ, ഓരോന്നിന്റെയും ഫളാഹിലുകൾ ഇങ്ങനെ പറയാം. കടലിലെ തിരമാലകളോളം, കടലിലെ തിരമാലകൾ നുരയും പതയും അതിനോളം പാപങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചില ദിക്റുകൾ നിങ്ങളുടെ പാപങ്ങൾ ഉറക്കപ്പെടാൻ കാരണമാണ്. നിന്റെ നാവ് ദിക്റുള്ള കൊണ്ട് ഏത് സമയത്തും സജീവമാകണം, നനവുള്ളതാകണം. ഞാൻ ഉറപ്പിച്ചല്ലോ, അവസാന നിമിഷം വരെ അത് നിലനിന്ന് കിട്ടണം. റസൂൽ പറഞ്ഞു, അല്ലാഹു പറയണം, എന്നെ ഓർത്താൽ, എനിക്ക് ദിക്ർ പറഞ്ഞാൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും. ആ ദിക്ർ പറഞ്ഞവന്റെ കൂടെ ഞാൻ ഉണ്ടാകും. പ്രാർത്ഥനകളുടെ മര്യാദകൾ നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. പ്രാർത്ഥനകളുടെയും ദിക്റുകളുടെയും ഒക്കെ മര്യാദകളിൽ ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു മര്യാദ സ്വഹീഹുൽ ജാമിഇലെ 4720 നമ്പർ ഹദീസായിട്ട് കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഅ അഹദൻ ഫദഅ ലഹു ബദഅ ബിനഫ്സിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നാരെങ്കിലും എന്തെങ്കിലും കാര്യം പ്രാർത്ഥന കൊണ്ടോ ദിക്ർ കൊണ്ടോ ഓർമ്മപ്പെടുത്തിയാൽ റസൂൽ തുടങ്ങുന്നത് ബദഅ ബിനഫ്സിഹി, സ്വന്തത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ട് തുടങ്ങും. നമ്മളാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പാപ്പാക്കുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടി പറയണം, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, എനിക്ക് പുറത്തോടെ പഠിച്ചോനെ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും.
നമുക്ക് വേണ്ടിയാണ് സഹോദരങ്ങളെ, നമുക്ക് സ്വന്തത്തിന് വേണ്ടിയാണ്. ഈ മര്യാദ പഠിപ്പിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് വേണ്ടി എന്ന ഓർമ്മയോടുകൂടിയായിരിക്കണം നമ്മൾ ചിന്തിക്കുക. അങ്ങനെ അള്ളാഹെ കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചില സമയം മാറ്റി വെച്ചിട്ടുണ്ടോ? നമ്മൾ എന്തിനൊക്കെ വേണ്ടി സമയം മാറ്റി വെച്ചിട്ടുണ്ട്? ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി സമയങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്? നമ്മൾ വെറുതെ ഇരുന്നിങ്ങനെ ആലോചിക്കും. കുടുംബത്തെ പറ്റി, മക്കളെ പറ്റി ഒക്കെ നമ്മൾ ആലോചിക്കും. ഒരു പ്രവാസിയാണെങ്കിൽ ജോലിയിലേക്ക് വന്നാൽ വീട്ടിലിരുന്ന് കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഓർക്കും. നമ്മൾ വീട്ടിലിരുന്ന് ജോലി സ്ഥലത്തിരുന്നൊക്കെ ഓർക്കും. അള്ളാഹനെ ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം കണ്ടെത്താം. നമുക്ക് ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? മക്കളെയാണോ, മാതാപിതാക്കളെയാണോ? ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ എന്റെ റബ്ബിനെയാണ് ഇഷ്ടം നമ്മൾ പറയാം. എങ്കിൽ ആ റബ്ബിനെ ഓർക്കാൻ നമ്മൾ എത്ര സമയം ചെലവഴിച്ചു? റസൂൽ പറയാൻ, നാളെ ഒരു തണലുമില്ലാത്ത ദിവസം വരാനുണ്ട്. അർശിന്റെ തണല് നൽകും. അള്ളാഹ് ചേർത്ത് നിർത്തും. അള്ളാഹിന്റെ അർശിലേക്ക് ചില ആളുകൾ ചേർത്ത് നിർത്തും. അരനവർ ഒറ്റയ്ക്കിരുന്ന് ഏകനായിരുന്ന് അള്ളാഹിനെ പറ്റി ഇങ്ങനെ ഓർക്കും. വിക്രുകൾ ഇങ്ങനെ ചൊല്ലും. എന്നിട്ട് കണ്ണിലെന്ന് കണ്ണുനീരിൽ ഇങ്ങനെ ഒഴുകും. അങ്ങനെയുള്ളൊരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തലയിലേക്ക് ചേർത്ത് നിർത്തുന്നതാണ്. അള്ളാഹിനെ മറന്നാണ് ജീവിതം മുഴുവൻ അള്ളാഹിനെ മറന്നാണെങ്കിൽ എന്റെ ദിക്റിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ, എന്നെ മറന്നാണ് ജീവിതമെങ്കിൽ അവനെ വരാനിരിക്കുന്നത് ഏറ്റവും പ്രയാസകരമായ ഒരു ജീവിതമായിരിക്കും. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ സമാധാനം, സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. കുടുംബ പ്രശ്നങ്ങളും രോഗവും ജോലിയും അങ്ങനെ തുടങ്ങി പല സന്ദർഭങ്ങളിലും നമ്മളെ മനസ്സിന്റെ സമാധാനം വല്ലാതെ നഷ്ടപ്പെടുന്നു. എങ്കിൽ അല്ല ഗ്രഹിക്കുകയില്ല. വികൃതകൊണ്ടാണ് ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ വികൃതകൊണ്ടായിരിക്കണം ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുക. ചില ദിക്റുകളൊക്കെ ഞാൻ എണ്ണി പറഞ്ഞു, എടുത്തു പറഞ്ഞ റസൂൽ പറഞ്ഞു, സൂര്യൻ ഉദിക്കുന്ന ദിവസം ഇതിനോളം അല്ലാഹുവിന് ഇഷ്ടമുള്ള ദിക്റുകളായില്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, ഇത് തന്നെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ കലാം, നമ്മുടെ സംസാരം. സഹോദരങ്ങളെ, ഇന്ന് നേരം പുലർന്നിട്ട് എത്ര സമയമായി? നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് എത്ര സമയമായി? നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എത്ര സമയമായി കണക്ക് കൂട്ടാം. രാവിലെ എഴുന്നേറ്റത് ദിക്ർ കൊണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ആദ്യം നാവിൽ നിന്ന് വന്ന കലാം, സംസാരം, നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ രേഖ, നമ്മൾ നാവിൽ നിന്ന് വന്ന ആദ്യത്തെ കലാം അത് അൽഹംദുലില്ലാഹി ദിക്റായിരുന്നു. അൽഹംദുലില്ലാഹി പറയാൻ കഴിയുന്നു. ഈ ദിക്ർ കൊണ്ട് തുടങ്ങണം ജീവിതം. ആദ്യത്തെ കലാം, ഒരു ദിവസത്തെ രാവിലെയുള്ള ആദ്യത്തെ കലാം, നമ്മുടെ ഇന്നത്തെ മുഴുവൻ സംസാരവും രേഖയാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ഇന്നത്തെ ഓരോ കലാമും ഓരോ ലഫ്ളും രേഖയാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. എങ്കിൽ ഇന്നത്തെ ദിവസത്തെ ഡേറ്റ് ഇട്ടിട്ടുള്ള രേഖയിൽ ആദ്യത്തെ വാക്ക് അത് അൽഹംദുലില്ലാഹ് കൊണ്ട് തുടങ്ങി. അവസാനം നമ്മൾ ഉറക്കിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നമ്മൾ അവസാനം പറഞ്ഞ വാക്ക് ബിസ്മിക റബ്ബി വദഅതു യദി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്സാലിഹീൻ. സ്വാലിഹീൻ, ഇബാദക സ്വാലിഹീൻ. അവസാനത്തെ വാക്ക് തുടങ്ങുന്നതും അവസാനിക്കുന്നതും അങ്ങനെയാണോ? അങ്ങനെയുള്ള എത്ര രാവുകൾ പിന്നിട്ടു, എത്ര ദിനരാത്രങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. നമ്മളെ രേഖ നാളെ പരിശോധിക്കുമ്പോൾ എന്തൊരു രേഖയാണെന്ന് നമ്മൾ പറയും. എത്രയുണ്ടാകും സഹോദരങ്ങളെ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂൽ പറഞ്ഞു, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട നിധി അറിയിച്ചു തരട്ടെയോ? എന്താണ് നിധി? നാളെ സ്വർഗത്തിലെത്തുന്ന ആളുകൾ പ്രയാസപ്പെടുന്ന ഘട്ടമുണ്ട്. സ്വർഗക്കാര് പ്രയാസപ്പെടും. എന്താ സ്വർഗക്കാര് പ്രയാസപ്പെടുന്ന ഘട്ടം? ലൈസ യതഹസ്സറു അഹ്ലുൽ ജന്ന ഇല്ലാ അലാ സഅത്തിൻ
مرت بهم لم يذكروا الله عز وجل فيها رواه ഇമാം ഖുറാനി. സ്വർഗത്തിലെ ആളുകൾ, സ്വർഗവാസികൾ ഒരു സമയത്ത് ചൊല്ലി മാത്രമായിരിക്കും പ്രയാസപ്പെടുക. ഏതാ സമയം? ആ സമയം ദുനിയാവിൽ അവരെ കടന്നുപോയി അവർ അല്ലാഹുവിനെ സ്നേഹിക്കാതെ, അല്ലാഹുവിനെ ദിക്ർ പറയാതെ ഒരു സമയം കടന്നുപോയി. ആ പോയ ഒരു സമയത്തെ കുറിച്ചായിരിക്കും, കാരണം അതിന്റെ വില അവർക്കറിയാം സ്വർഗക്കാർക്ക്. അതുകൊണ്ട് അല്ലാഹു പറയാണ്, മനാസികക്കും യുദ്ധത്തിൽ നടത്തിയെടുക്കും കിടന്നുകൊണ്ട് ദിക്ർ പറയും, ഇരുന്നുകൊണ്ട് ദിക്ർ പറയും, നടന്നുകൊണ്ട് ദിക്ർ പറയും. നമ്മൾ നടന്നുകൊണ്ട് മൊബൈൽ നോക്കും, ഇരുന്നുകൊണ്ട് മൊബൈൽ നിൽക്കും, കിടന്നുകൊണ്ട് മൊബൈൽ നോക്കും. ഇന്നത്തെ കാലഘട്ടം അല്ലാഹു പറയാ, അല്ലാഹുവിനെ ഓർക്കും ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും. അല്ലാഹുവിനെ ഓർക്കാത്തവനെ പറ്റി റസൂൽ പറയാം, അവൻ മയ്യിത്താണ്, ജീവൻ എന്തെന്ന് പറയാൻ പറ്റില്ല. അല്ലാഹുവിനെ ഓർക്കാത്തവൻ അല്ലാഹുവിനെ ഓർക്കുന്നവനാണ് ജീവിച്ചിരിക്കുന്നവനായിട്ട് കഴിക്കുള്ളൂ. അല്ലാഹുവിനെ ഓർക്കാത്തവൻ മരിച്ചവനെ പോലെയാണ്. സ്ത്രീകൾക്ക് ടൈമില്ല, പരാതി പറയും. സ്ത്രീകൾക്ക് രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ ജോലിയാണ്. ഞങ്ങൾക്കൂടെ ദിക്ർ ചൊല്ലാൻ സമയം, ഞങ്ങൾക്കൂടെ അധികാരങ്ങൾ ചൊല്ലാൻ സമയം. സഹോദരിമാരെ, സമയം കണ്ടെത്തിയേ പറ്റൂ. നമുക്ക് സമയമില്ലാത്തത് നമ്മളുണ്ടാക്കിയ ജീവിതത്തിന്റെ തിരക്കാണ്. നമുക്ക് രാവിലെ 10 തരം ഭക്ഷണം വേണം, ഉച്ചയ്ക്ക് വിവിധ തരം ഭക്ഷണങ്ങൾ വേണം, അതിനിടക്ക് വേണം, 10 മണിക്ക് വേണം, രാത്രി വേണം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ്. അള്ളാഹൊന്നും പറഞ്ഞിട്ടില്ലല്ലോ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ വിശക്കുമ്പോൾ എല്ലാ ഭക്ഷണം കഴിക്കുക, നമ്മുടെ ടൈമിനനുസരിച്ചാണ് ഭക്ഷണം. വിശപ്പൊന്നുമില്ല, രാവിലെ 10 മണിക്ക്, ഉച്ചക്ക്, വൈകുന്നേരം, രാത്രി. റസൂൽ പറഞ്ഞത്, ഖുർആൻ പറഞ്ഞത് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. നമ്മളങ്ങനെയല്ല. മഹദി ജുവൈരിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നിസ്കാരം കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ അവർ പള്ളിയിലുണ്ട്, നമ്മൾ ഓർക്കണം. ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ജുവൈരിയ റളിയല്ലാഹു അൻഹ റസൂൽ പുറത്തു പോകുമ്പോൾ പള്ളിയിലുണ്ടവർ വിവാദത്തുമായി ബന്ധപ്പെട്ട് പള്ളിയിലിരിക്കുകയാണ്. റസൂൽ പോയി കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഉദയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചു വരിക. മുഹൈയുടെ സമയം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പോ ജുബൈർ റളിയല്ലാഹു അൻഹ അവിടെ തന്നെയുണ്ട്. പിന്നെ നബി ചോദിച്ചു, പോയിട്ടില്ലേ? ഇല്ല, ഞാൻ പോയിട്ടില്ല, ഞാൻ ദിക്റുകളുമായി ഇവിടെ പള്ളിയിരിക്കുകയാണ്. അപ്പൊ റസൂൽ പറഞ്ഞു കൊടുത്തു, സഹോദരിമാർക്ക് മാത്രമായിട്ട്, എല്ലാവർക്കും വിട്ടുപ്രതിഫലം, സഹോദരിമാർക്ക് സന്തോഷ വാർത്ത. എന്താ പറഞ്ഞതറിയോ? ഇതൊക്കെ 4 പദങ്ങൾ 3 വട്ടം നീ പറഞ്ഞിരുന്നുവെങ്കിൽ വചനത്തിന് മാപ്പിട്ടുണ്ടല്ലോ, വചനത്തുന്ന നീ ഇപ്പം ഇത്രയും സമയം ഇവിടെ ഇരുന്ന് ദിക്ർ ചെയ്യില്ലോ, ആ ദിക്റിനേക്കാൾ, ഇത്രയും സമയം ചെയ്യ ദിക്റിനേക്കാൾ കനം കൂടുന്ന, ഭാരം തൂങ്ങുന്ന 4 പദം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വസിനത നഫ്സിഹി വറിളാ നഫ്സിഹി. ഈ 4 പദങ്ങൾ നീ പറയേ. കാരണം നിനക്ക് അത്രമാത്രം, നീ കുറേ സമയം ഇരുന്ന് പറഞ്ഞതിന് പകരം ഇത് 3 വട്ടം പറഞ്ഞാൽ അത്രയും സമയം പറഞ്ഞതിനേക്കാൾ ഭാരം കൂടും. ഇതൊക്കെ നമ്മൾ സഹോദരിമാരെ പഠിച്ചു വെക്കണം. അവർക്ക് തിരക്കുണ്ട്, ശരി, തിരക്കുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളത് പഠിച്ചു വെക്കാൻ. കാരണം അവർക്ക് വളരെ കുറഞ്ഞ റസൂൽ പഠിപ്പിച്ചതാണ്, വളരെ കുറഞ്ഞ സമയമുള്ളൂ. 3 വട്ടം ഇത് പറഞ്ഞാൽ മണിക്കൂറുകളോളം ദിക്ർ ചെയ്യുന്ന കൂലി നാളെ ലോകത്ത് കിട്ടും. ഇന്ന് ദിക്ർ ചെല്ലുന്നവരെ തന്നെ കാണാൻ വേണ്ടി ചെയ്യാൻ, ഒരു ദിക്ർ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മോചനം, അല്ലെങ്കിൽ ഒരു വള, ഒരു വാച്ച്, അല്ലെങ്കിൽ ഒരു മാല, ഇതൊന്നും റസൂലുള്ളാഹിന്റെ കയ്യിൽ മാല ഉണ്ടായിരുന്നു. തസ്ബീഹ് മാല, ദിക്ർ ചൊല്ലാനുള്ള മാല, മോതിരം ഉണ്ടായിരുന്നു. ഒന്നുമില്ല. ഇതിങ്ങനെ ബസ്സിൽ ഇരുന്ന് വണ്ടിയിൽ നിന്നൊക്കെ ഇങ്ങനെ ചൊല്ലും, ഇങ്ങനെ ഉറങ്ങി തൂങ്ങും. എന്നാൽ ദിക്ർ പറയാൻ, ദിക്ർ ചൊല്ലാനുള്ള കൽപ്പന ആയത്ത് അവസാനിക്കാൻ അങ്ങനെയല്ലോ, വലാത്തക്കും ഇന്നലെ വാക്കിലി, അശ്രദ്ധയോടുകൂടി ഒരു ദിക്റും പറയരുത്. സുബ്ഹാനല്ലാഹ്, അശ്രദ്ധയോടുകൂടി ഒരു ദിക്റും നീ പറഞ്ഞു പോകരുത് എന്ന ശക്തമായ കൽപ്പന. ഒരാൾക്കുമിനുള്ള വാക്കിൽ ഖുർആനിൽ 2 സ്ഥലത്ത് കാണാം ദിക്റുമായി ബന്ധപ്പെട്ട്. ഫദ്കുർ റബ്ബക ഫീ നഫ്സിക, മനസ്സിൽ തട്ടി പറയണം. ഫദ്കുർ റബ്ബക ഫീ നഫ്സിക, നിന്റെ റബ്ബിനെ ദിക്ർ മനസ്സിൽ തട്ടി പറയണം, ആത്മാർത്ഥമായി പറയണം, ഹൃദയത്തിൽ തട്ടണം ആ ദിക്ർ. അതല്ലാതെ ആളുകളെ കാണിക്കാനുള്ളതല്ല. എണ്ണാൻ പറഞ്ഞു, എണ്ണണം. 33 വട്ടം പറഞ്ഞു,
നിസ്കാരം കഴിഞ്ഞാൽ വിരലിൽ നിന്ന് ഒരു രൂപം പറഞ്ഞ് വിരൽ മടക്കിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ വിരലിന്റെ അറ്റം കൊണ്ട് ചെയ്യുക. ഇങ്ങനൊരു പരിപാടിയില്ല. ഒരു വിരലിനെ 3 ഭാഗമാക്കി ചെയ്യുന്ന പരിപാടിയില്ല. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യുക വിരലിന്റെ അറ്റം കൊണ്ട്, അല്ലെങ്കിൽ വിരലിൽ മടക്കിയിട്ട് ചെയ്യുക. 33 99 ശരീര ആ പ്രാർത്ഥന കൂടുതലെത്തുക. എണ്ണാൻ പറഞ്ഞിരുന്ന ഇനി എണ്ണാൻ പറയാത്തതോ ധാരാളമായി എണ്ണമല്ലാഹിക്കലുണ്ട്. രേഖയാണ്. ഒരു ദിക്റും നഷ്ടപ്പെടൂല. നീ ചൊല്ലിയ ഒരു ദിക്റും നഷ്ടപ്പെടൂല. എന്നാൽ കാഴ്ചയ്ക്ക് വേണ്ടി ഈ വെച്ചത് ആളുകൾ കാണുന്നു ദിക്റുകാരനാണ്. ഒരു ദിക്റും നാളെ പരലോകത്തുണ്ടാവില്ല. അത് ഇയാൾപ്പെടും. അതേ സമയത്ത് എണ്ണം പിടിക്കാതെ ധാരാളമായി ചൊല്ലുന്നു, ഒഴിവുണ്ടാകുന്നൊക്കെ ചൊല്ലുന്നു. എണ്ണം എത്ര നാളെ കിട്ടും, കറക്റ്റ് കിട്ടും. ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകില്ല. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും ദിക്ർ കൊണ്ട് സമ്പന്നമാക്കുകയും നാവിൽ ശക്തി പകരുകയും അവസാന സമയം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ മക്കളെ വിട്ട്, കുടുംബത്തെ വിട്ട്, നാട് വിട്ട്, വീട് വിട്ട് എല്ലാം ഉപേക്ഷിച്ചു പോകുമ്പോൾ എല്ലാം തളരുന്ന സമയത്ത് ദിക്ർ പറയാനുള്ള നാവിന്റെ ശക്തി ആർജിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد أيها الناس اتقوا الله عباد الله. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 2 മാസത്തെ സുദീർഘമായ അവധി കഴിഞ്ഞ് നമ്മൾ സ്കൂളുകളും മദ്രസകളും ഒക്കെ തുറക്കുകയാണ്. കലാലയങ്ങൾ തുറക്കുന്ന ഈ സമയത്ത് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ തയ്യാറായിട്ടിരിക്കുകയാണ്. നമ്മളെ മക്കളെയൊക്കെ ചേർത്തി, നല്ല കലാലയം നോക്കി ചേർത്തി, നല്ല റിസൾട്ടുള്ള സ്കൂൾ നോക്കി ചേർത്തി, സൗകര്യങ്ങൾ നോക്കി ഒക്കെ നാം സ്കൂളും ഒക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പുസ്തകങ്ങളും ബാഗുകളും ഒക്കെ നമ്മൾ വാങ്ങി റെഡിയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ അറിയേണ്ടത്, അറിവ് നേടുക എന്നത് കേവലം ഒരു ഭൗതിക, ഒരു ലൗകിക കാര്യം മാത്രമല്ല. അറിവ് നേടൽ ഒരു ഇബാദത്താണ്. അല്ലാഹു ഖുർആനിൽ ആദ്യം പറഞ്ഞത് നിസ്കരിക്കണമെന്നല്ല, നോമ്പ് എടുക്കണമെന്നല്ല, സക്കാത്ത് കൊടുക്കണമെന്നല്ല. ആദ്യം പറഞ്ഞത് വായിക്കണം, പഠിക്കണം എന്ന ഖുർആനിലെ ആദ്യത്തെ വഹിയ. ആ ആദ്യത്തെ വഹിയനെ സൂറത്തുൽ അലഖിൽ വിശദീകരിച്ചു ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അവ്വലു നിഅമത്തിൻ അൻഅമ അല്ലാഹു ബിഹാ അലാ ഹാദൽ ഇൻസാനി ബഅദ ഖൽഖി. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ കൊടുത്ത ഏറ്റവും വലിയ നിഅമത്ത് എന്താണെന്നറിയോ? അവന് അറിവ് നേടാനുള്ള പ്രാപ്തിയും കഴിവും ശക്തി കൊടുക്കുന്നതാണ്. മറ്റ് ജീവിതാംഗങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അറിവ് നേടാൻ അത് ഭൗതികമായ ഒരു കാര്യം മാത്രമല്ല, വിവാദത്ത് കൂടിയാണ്. അതുകൊണ്ടാണ് പകരം ആദ്യത്തെ എലിമെന്താകണമെന്ന് പറഞ്ഞു. ഒരാൾ നേരിടേണ്ട ആദ്യത്തെ എലിമൻ എന്റെ ഖുർആൻ. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഇന്നിപ്പോ ഈ ലാ ഇലാഹ ഇല്ലല്ലയിൽ ജനങ്ങളെ തെറ്റിക്കാൻ ധാരാളം ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, മദ്രസകളിലൊക്കെ ഇപ്പോ ഒരു പുതിയ പരിപാടി. മദ്രസയിൽ തേരുകൊണ്ട് കൈകളിൽ എഴുതിയിട്ട്, തേരുകൊണ്ട് എഴുതാം കൈകളിൽ, വിദ്യാലയം കുറിക്കുക, എഴുതിയിരുന്ന മറ്റ് മതസ്ഥിര ആചാരങ്ങളെ കൊണ്ടുവരിക. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമ്മളെ മക്കളെ മദ്രസയിലേക്കും സ്കൂളിലേക്കൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഏൽപ്പിക്കലല്ല, വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കിട്ടും, എന്റെ കുട്ടിക്ക് ബുദ്ധി പറയും, പൂർവ്വശക്തി ഉണ്ടാവും, IQ പവർ കൂടും, കുട്ടി മെച്ചപ്പെടുന്നല്ല കരുതേണ്ടത്. അള്ളാനെ ഏൽപ്പിച്ചു കൊടുക്കി. വീട്ടിൽ നടന്നുള്ള ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലാൻ കുട്ടിയെ പഠിപ്പിക്കുക. വീട്ടിൽ മക്കൾ ഇറങ്ങിപ്പോകുമ്പോൾ ബിസ്മില്ലാഹി ലല്ലാഹി വഹു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹു സമീഉൽ അലീം. നമ്മുടെ കുട്ടികൾ കയറുന്ന ബസ്സിനെ കുറിച്ച് പേടിയാണ്, നടന്നു പോകുന്ന വഴികളെ കുറിച്ച് പേടിയാണ്, നമ്മുടെ കുട്ടികൾ പോകുന്ന റൂട്ടിനെ കുറിച്ച്, നമ്മുടെ ചങ്ങാതിമാരെ കുറിച്ച് ഒക്കെ നമുക്ക് പേടിയും ബേജാറുമുണ്ട്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹനെ കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന സഹോദരങ്ങളെ, പ്രാർത്ഥിക്കും മക്കൾക്ക് വേണ്ടി. ഉമ്മയുടെ പ്രാർത്ഥനയോ മറ്റൊന്നുമില്ലല്ലോ. 20 കൊല്ലം സൗദി അറേബ്യ ജയിലിൽ കിടന്നിട്ട്, ആ ജയിലിൽ കിടന്നൊരു സഹോദരൻ ഇന്നലെ നാട്ടിലെത്തി. നമ്മളെല്ലാവരും ആ രംഗം, ഹൃദയഭേദകമായ രംഗം കണ്ടവരാണ്. അത് ഏറ്റവും ഹൃദയഭേദം ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ്. 6 കോടികൾ മുടക്കിയാലും 6 കോടികൾ നൽകിയാലും ആ ഉമ്മ കരഞ്ഞുകൊണ്ട് മകനെത്താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ്. അതിന്റെ സൗഹൃദമായിരുന്നു വലിയ പെരുന്നാൾ ദിവസം ആ ഉമ്മയെ ചേർത്ത് പിടിക്കാൻ ആ മകനെത്തിയത്.
അവസ്ഥ. 17 വയസ്സുകാരിയാണ് ശുചിമുറിയിൽ പ്രസവിച്ച് കുട്ടിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ വാർത്ത വായിച്ചു. ശുചിമുറിയിൽ പ്രസവിച്ച് കുട്ടിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ വാർത്ത വായിച്ചു. ആലോചിക്കണം, എന്തുകൊണ്ട് മാതാപിതാക്കൾ അറിയില്ല? ഇവിടെയാണ് അതിന്റെ കൂടി വെച്ചോ? എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു? അതുകൊണ്ട് അവിഹിതങ്ങൾ ഇതൊക്കെ നമ്മൾ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളാ. നമ്മൾ പേടിക്കുക, ദീന് പറഞ്ഞു കൊടുക്കണം, ദീനോർമ്മപ്പെടുത്തി കൊടുക്കണം, അവരുടെ പിന്നാലെ കൂടണം, ദിക്റുകൾ പറഞ്ഞു കൊടുക്കണം, ദുആകൾ പറഞ്ഞു കൊടുക്കണം, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നല്ല മക്കളായി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ സൗകര്യമുള്ള സ്കൂളുകൾ തിരഞ്ഞെടുത്ത് ചേർത്തിയത് കൊണ്ട് മാത്രം ഉത്തരവാദിത്തം തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തീർക്കുമാറാവട്ടെ. ഇഹലോകത്തും പരലോകത്തും പ്രയോജനപ്പെടുന്ന മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഒത്തുമിത്രാദികൾ അല്ലാഹു കുടുംബത്തിൽ മഹ്ഫറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു ശിഫാഇനെ പ്രദാനം ചെയ്യട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات واحياء منهم والاموات انك مجيب الدعوات يا قاضي الحجاب. اللهم اجرنا من النار، اللهم اعتق رقابنا من النار ورقاب ابائنا وامهاتنا وازواجنا واخواننا المسلمين اجمعين يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واخر دعوانا ان الحمد لله رب العالمين.